ഇന്നോളം കണ്ട ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതികളിൽ ഒന്നിന്റെ പണി പൂർത്തിയായ വലിയൊരു ഭാഗം നാടിന് സമർപ്പിച്ച ദിവസമാണിന്ന്. സമാനതകളില്ലാത്ത വിവാദവും അതിനൊപ്പം പൊട്ടിവീണിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിന്റെയെങ്കിലും അസാധാരണ വഴിത്തിരിവുകളുടെ ദീർഘചരിത്രമുണ്ട് ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന്. എണ്ണമറ്റ വിവാദങ്ങൾ, സമരങ്ങൾ, ഒത്തുതീർപ്പുകൾ, പൊട്ടിത്തെറികൾ, സമവായങ്ങൾ, പ്ലാനും പദ്ധതിയും മാറിമറിയൽ, ഉപേക്ഷിച്ചു പോകൽ, വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങൽ, അങ്ങനെ ഒടുവിൽ ഇന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി പദ്ധതിയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്ത് മടങ്ങി. മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന സർക്കാർ ഒന്നാകെ ചടങ്ങ് ബഹിഷ്കരിച്ചു. CPIM നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഈ ദിവസം സ്പോട്ട്ലൈറ്റ് ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ദേശീയപാത ഇങ്ങനെയായതെന്ന്. സ്വാഗതം. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് കുറച്ചു വർഷം മുൻപ് മലയാളികളെല്ലാം കരുതിയ ഒരു വികസന സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ഭൂമി ഏറ്റെടുക്കലായിരുന്നു ദേശീയപാത വികസനത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടി. വീടുകളും കടകളും സ്ഥാപനങ്ങളുമായി ഒരൊറ്റ ഗ്രാമമെന്ന പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന കേരളം. അതിനിടയിലൂടെ കാസർഗോട്ടെ തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ 45 മീറ്റർ വീതിയിൽ 600 കിലോമീറ്ററോളം നീളത്തിലൊരു പാത. അതൊരു അതിവിദൂര സ്വപ്നമായിരുന്നു. ഇതിനിടെ നദികൾ, തടാകങ്ങൾ, പാടശേഖരങ്ങൾ, പരിസ്ഥിതിലോല മേഖലകൾ എങ്ങനെ ഭൂമി കണ്ടെത്തും എന്ന ചോദ്യത്തിൽ തട്ടി വികസന സ്വപ്നം സ്തംഭിച്ചു നിന്നൊരു കാലമുണ്ടായിരുന്നു. പാലങ്ങളും ഫ്ലൈ ഓവറുകളും മറ്റേത് സംസ്ഥാനത്തെക്കാളും കൂടുതൽ വേണം. നിലവിലുള്ള ഹൈവേ തന്നെ വികസിപ്പിക്കുന്നതാണോ, പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കണോ എന്നിങ്ങനെ തീർത്താലും തീർത്താത്ത തർക്കങ്ങളുണ്ടായിരുന്നു. രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത ഭൂമി വില എന്ന കീറാമുട്ടിയുണ്ടായിരുന്നു. സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും വേലിയേറ്റം മാധ്യമത്താളുകളിൽ നിറഞ്ഞ കാലമായിരുന്നു അത്. ഒടുവിൽ 2014 ദേശീയപാത അതോറിറ്റി പദ്ധതി ഉപേക്ഷിച്ച് ഓഫീസ് പൂട്ടി കേരളവും വിട്ടുപോയി. ആ നിലയിൽ നിന്ന് എങ്ങനെ ദേശീയപാത ഒരു യാഥാർത്ഥ്യമായി എന്നത് ഇന്നത്തെ നാടകീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർക്കുന്നത് രാഷ്ട്രീയ കൗതുകമായിരിക്കും. ഇന്നേക്ക് കൃത്യം 10 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2016 മെയ് മാസം 31 അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ 2 പ്രധാന വെല്ലുവിളികളുണ്ട്. ഉടനെ വരുന്നത് ദേശീയപാത വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണവുമായിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു നേട്ടം തന്നെയായിരിക്കും. അതത്ര എളുപ്പമാവില്ല എന്നാണ് എൻ്റെ പക്ഷം. K. സുരേന്ദ്രൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നേ യാഥാർത്ഥ്യമായി. K. സുരേന്ദ്രന്റെ പോസ്റ്റിന് 10 വർഷം തികയാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ദേശീയപാത വികസനത്തിന്റെ ആദ്യ റീച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എങ്ങനെയായിരുന്നു സ്ഥലം ഏറ്റെടുപ്പ് എന്ന കീറാമുട്ടി സംസ്ഥാന സർക്കാർ തല്ലിയുടച്ചത്? അതുകൂടി പരിശോധിക്കാം. ആദ്യ ടേമിൽ അധികാരമേറ്റയുടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങളിലൊന്ന് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും ഉപരിതല ഗതാഗത മന്ത്രിയെയും കാണുകയായിരുന്നു. ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറാണ്. പൂട്ടിപ്പോയ NHAI ഓഫീസ് വീണ്ടും തുറക്കണം. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കലിന്റെ നഷ്ടപരിഹാരത്തിന്റെ 25% വരെ കേരള സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കേന്ദ്ര ഉത്തരവ് മാത്രം വന്നില്ല. അതിനും ശേഷം നടത്തിയ 4മത്തെയോ 5മത്തെയോ കൂടിക്കാഴ്ചയിൽ ഇനിയെങ്കിലും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉണ്ടാകണം എന്ന് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു. അന്ന് ഗഡ്കരി സ്വന്തം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോട് ക്ഷുഭിതനായ വാർത്തയും നമുക്ക് ഓർമ്മയുണ്ട്. ഒരു മുഖ്യമന്ത്രി ഒരേ ആവശ്യം ഉന്നയിച്ച് നിരന്തരം കേന്ദ്ര മന്ത്രാലയം കയറി ഇറങ്ങേണ്ടി വരുന്നത് ലജ്ജാകരമാണ്. അടിയന്തരമായി സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച് ഉത്തരവിറക്കണമെന്ന് കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകി. ശേഷവും കേന്ദ്രവും കേരളവും തമ്മിൽ കരാറുണ്ടാക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിനായി അന്ന് കണക്കാക്കിയ തുകയുടെ 25% തുകയായ 5000 കോടി കേരളം വഹിക്കുമെന്നായിരുന്നു കരാർ. അതിൽ പിന്നെ സ്വപ്ന പദ്ധതിക്ക് വീണ്ടും ചിറക് മുളച്ചു. 1190.67 ഹെക്ടർ ഭൂമിയാണ് കേരളത്തിന് ഏറ്റെടുക്കേണ്ടി വന്നത്. ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ സംസ്ഥാനം പ്രത്യേകം സംവിധാനം രൂപീകരിച്ചു. നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാൻ ജില്ലകളിൽ പ്രത്യേക ഓഫീസർമാരെ നിയോഗിച്ചു. ഭൂമി വില മാർക്കറ്റ് നിരക്കിന് അനുയോജ്യമാക്കി ഉയർത്തി നിശ്ചയിച്ചു.
സംസ്ഥാന വിഹിതമായ 5580.73 കോടി രൂപ കേരള സർക്കാർ നൽകി. ഇത്രയും വലിയ തുക നേരിട്ട് കണ്ടെത്താൻ വഴിയില്ലാത്തതുകൊണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിഹിതം കൈമാറിയത്. പക്ഷേ പിന്നീട് ഈ തുക കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറച്ചു. പകരം കണ്ടെത്തേണ്ടി വന്ന തുക കൂടി കൂട്ടിയാൽ കേരളത്തിന്റെ ആകെ ബാധ്യത ഫലത്തിൽ 12,000 കോടി രൂപയായി മാറി. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ദേശീയപാതയ്ക്കായുള്ള സ്ഥലമേറ്റെടുപ്പിന് ഇത്രയും ഭീമമായൊരു തുക മുടക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിന് പിന്നിൽ ഹരിയാനയാണ് ദേശീയപാതയ്ക്കായി കൂടുതൽ പണം ചെലവിട്ട സംസ്ഥാനം, 3114 കോടി രൂപ. ഉത്തർപ്രദേശിന് മുടക്കേണ്ടി വന്നത് 2301 കോടി രൂപയാണ്. ബീഹാർ മുടക്കിയതാവട്ടെ 733 കോടി രൂപയും. കർണാടക 276 കോടി, തമിഴ്നാട് 235 കോടി എന്ന കണക്കിനും പൈസകൾ മുടക്കിയിട്ടുണ്ട്. ഈ കണക്കുകൾ കൂട്ടി നോക്കുമ്പോഴാണ് കൊച്ചു സംസ്ഥാനമായ നമ്മൾ ദേശീയപാതയ്ക്കായി മുടക്കിയ പ്രയത്നവും പണവും എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്ഥലമേറ്റെടുപ്പിനുള്ള തുക പൂർണ്ണമായും NHAI ആണ് നിർവഹിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. കീഴാറ്റൂർ സമരം പോലെ കീറാമുട്ടികൾ പിന്നെയും ഉണ്ടായി. ദേശീയപാത നിർമ്മാണം തടയണമെന്ന ആവശ്യത്തിൽ കേരളത്തിലെ BJP ഘടകമടക്കമുണ്ടായിരുന്നു. കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും എല്ലാം ഒരൊറ്റ വേദിയിലായിരുന്നു സമരത്തിന് അണിനിരുന്നത്. പ്രതിഷേധങ്ങളും നിയമപ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാർ നിരന്തരം ഇടപെട്ടു. NHAIയുമായി സ്ഥിരം റിവ്യൂ മീറ്റിംഗുകൾ നടത്തി. പിന്നെയും തടസ്സങ്ങൾ ഉണ്ടായി. സംയുക്ത സമരസമിതിയുടെ അപേക്ഷ പരിഗണിച്ച് ദേശീയപാതയ്ക്കായുള്ള സ്ഥലമേറ്റെടുപ്പ് തൽക്കാലം നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കേന്ദ്രത്തിന് കത്തെഴുതിയത് 2018 സെപ്റ്റംബർ മാസം 14-നായിരുന്നു. പിന്നെയും നിർമ്മാണം നിർത്തിവെച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നു, റെയിൽവേ ക്രോസിംഗ് എന്ന് തുടങ്ങി വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ വിവിധ മന്ത്രാലയങ്ങളുമായി നിരന്തരം കൂടിയാലോചിച്ചും ഇടപെട്ടും വീണ്ടും തടസ്സങ്ങൾ നീങ്ങി. അങ്ങനെയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആ പദ്ധതി പിന്നെയും മുന്നോട്ട് പോയത്. ഒടുവിൽ ഇന്ന് ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമില്ല. മുഖ്യമന്ത്രി അടക്കം ചടങ്ങ് ബഹിഷ്കരിച്ചു. ദേശീയപാതയ്ക്കായുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ പലവട്ടം പ്രകീർത്തിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ഉദ്ഘാടനത്തിനെത്തിയില്ല. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ ഉദ്ഘാടന വേദിയിലെ പ്രധാനിയായി മാറിയത് നമ്മൾ കണ്ടു. നന്ദിഗ്രാമിലെ മണ്ണുമായി ദേശീയപാത നിർമ്മാണം തടയാൻ നിന്ന സുരേഷ് ഗോപിയും വേദിയിലെ മറ്റൊരു പ്രധാനിയായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം മരുമകനെയും കുടുംബത്തെയും വിളിക്കണമെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന പരിഹാസ്യവും മര്യാദയില്ലാത്തതുമായ ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചതും നമ്മൾ കണ്ടതാണ്. ദേശീയപാത വികസനത്തിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചു വന്നത് PWD വകുപ്പാണ്. ആ വകുപ്പിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയുടെ മരുമകനായി കാണുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ജനാധിപത്യ ബോധത്തെ ഓർത്ത് സ്പോട്ട്ലൈറ്റ് സഹതപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ക്ഷണമില്ലാത്ത ചടങ്ങിൽ പങ്കെടുത്തത് എന്ന ചോദ്യവും ഇവിടെ ബാക്കിയാണ്. പലവട്ടം ഈ പരിപാടിയിൽ പറഞ്ഞുപോയ ഒന്ന് മാത്രം ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഞാൻ ചുരുക്കട്ടെ. ഇന്ത്യ എന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ അധികാരങ്ങളും കടമകളും വളരെ മനോഹരമായി വിതരണം ചെയ്യപ്പെട്ട ഒരു ഫെഡറൽ ആശയമാണ്. ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ഭരണഘടന നിർവചിച്ചിരിക്കുന്നത്. പരസ്പര അംഗീകാരം, വിശ്വാസം, സഹകരണം, മര്യാദ എന്ന് തുടങ്ങിയ മൂല്യങ്ങളാണ് ആ സംവിധാനത്തിന്റെ ആണിക്കല്ല്. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.